വളർത്തൽ വഴി ജൈവ കൃഷിയിലൂടെ വിജയം കൊയ്യുകയാണ് തിരുവനന്തപുരം പെരിങ്ങമലയിലെ രാജൻ എന്ന കർഷകൻ. വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യമാണ് രാജന്റെ നേട്ടത്തിന് പിന്നിൽ. തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി രാജനാണ് പാട്ടത്തിനെടുത്ത വസ്തുവിൽ പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന ചാണകവും ഗോമൂത്രവും എടുത്ത് ജൈവ കൃഷി ചെയ്ത് ഓണത്തിന് വിളവെടുപ്പ് നടത്തിയത്. മേസ്തിരി പണിക്കാരനായ രാജന് കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കൃഷി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വന്യമൃഗശല്യം കാരണം കാട് പിടിച്ചു കിടന്ന വീടിന് സമീപത്തെ ഭൂമി പാട്ടത്തിനെടുത്ത് വൃത്തിയാക്കിയാണ് രാജൻ കൃഷി ആരംഭിച്ചത്. പടവലം, സാലഡ് വെള്ളരി തുടങ്ങിയവ വെച്ച് പിടിപ്പിച്ചു. രാജന് കൂട്ടായി ഭാര്യ രാധാമണിയും സഹായത്തിനെത്തിയതോടെ 100 മേനി വിളവിനുള്ള അധ്വാനം ശക്തമായി. വന്യമൃഗശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് കൃഷിയിറക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു. വന്യമൃഗങ്ങളോട് പോരാടിയാണ് കൃഷിഭൂമിയിൽ ഇപ്പോൾ പൊന്നു വിളയിച്ചിരിക്കുന്നത്. മുഴുവൻ സമയവും രാജൻ കൃഷിത്തോട്ടത്തിൽ തന്നെ ചെലവഴിക്കും. അതുകാരണം വന്യമൃഗശല്യം ഒരു പരിധിവരെ നിയന്ത്രിച്ചു. കായ്ഫലം വന്നു തുടങ്ങിയതോടെ സുരക്ഷിതത്വത്തിനായി ഇവ കവർ കൊണ്ട് മൂടിക്കെട്ടി സംരക്ഷിച്ചു. പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾ ഒരുങ്ങുമ്പോൾ കർഷകനെന്ന നിലയിൽ കൃഷി ചെയ്യേണ്ട രീതികൾ പറഞ്ഞുകൊടുക്കുവാൻ രാജൻ എത്താറുണ്ട്. ഇപ്പോൾ എല്ലാം ക്യാൻസർ രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് കൂടുതൽ താല്പര്യമാണ്. എനിക്ക് വീട്ടിൽ 3 പശുവുണ്ട്. അതിൻ്റെ സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടിട്ട് ചെയ്യുന്നത്. നാടൻ രീതിയിലാണ് രാജൻ കൃഷി ഇറക്കിയിരിക്കുന്നതെന്ന് പെരിങ്ങമല പഞ്ചായത്ത് കൃഷി ഓഫീസർ എൻ സരിത പറഞ്ഞു. ചേട്ടൻ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ, രാസകീടനാശിനികൾ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചേട്ടൻ ഈ വർഷം പാവൽ ഉപേക്ഷിച്ചത്. കൂടാതെ ഇഞ്ചി ഒരു 20 സെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഓണത്തിന് എല്ലാ വർഷവും ചേട്ടൻ പച്ചക്കറി തരാറുണ്ട്. ഞങ്ങൾക്ക് 4 ദിവസമാണ് ഓണച്ചന്ത. ആ ഓണച്ചന്തയ്ക്ക് ആവശ്യമായ പച്ചക്കറി ചേട്ടൻ്റെ പ്ലോട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. കടകളിൽ കിട്ടുന്ന കായ്ച്ച എന്ന ഉൽപ്പന്നം വാങ്ങി ജൈവകണി ഒരുക്കിയാണ് കീടശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. പുതുക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നായി ഒത്തിരി വിദ്യാർത്ഥികളാണ് രാജന്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്നത്. കൃഷിത്തോട്ടം സന്ദർശിക്കാൻ എത്തുന്നവരെ 2 കൈയും നീട്ടിയാണ് രാജനും കുടുംബവും സ്വീകരിക്കുന്നത്. രാജൻ തന്റെ വീട്ടുവളപ്പിൽ ചേന, ചേമ്പ്, മുളക്, ഇഞ്ചി, കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നു. ന്യൂസ് 18 പെരിങ്ങമല.